വീടുകളിൽ വെള്ളം കയറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്തിലെ 60ഓളം കുടുംബങ്ങൾ. പാടശേഖര സമിതികളുടെ അനാസ്ഥയാണ് ഈ വെള്ളക്കെട്ടത്തിന് കാരണമാകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പാടകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നിലവിലെ ഈ കുടുംബങ്ങളുടെ ദുരിതം അവസാനിക്കുകയുള്ളൂ. അമ്പലപ്പുഴ കരുമാടി നടുക്കേമേലത്തും കരിപ്പാടശേഖരത്തിനും സമീപമാണ് ഈ വീടുകളെല്ലാം. വീടുകളിലെല്ലാം അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ഭൂരിഭാഗം വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ഇതോടെ കന്നുകാലികളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും വളർത്തുന്നതും പ്രതിസന്ധിയിലായി. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു നാല് മാസത്തോളമായി ഈ കളി കിടന്നിട്ട് ഞങ്ങളായിട്ട് കളിപ്പിക്കുന്നു. ഞങ്ങൾ ക്യാമ്പിൽ പോയിച്ച് വന്നപ്പോഴത്തേന് ഈ റോഡ് മൊത്തം പറ്റിയതായിരുന്നു. അന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ല. അന്നേരം പറഞ്ഞ് പൈസ എങ്ങാണ്ട് ഇന്ന് കിട്ടാനുണ്ട്, പൈസ കിട്ടാതെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നെ രണ്ടാമത് വീണ്ടും ഈ വെള്ളം കയറിയത്. ആദ്യം കയറിയ പെരക്കകത്തൊക്കെ ആയിരുന്നു. അന്നേരം ഞങ്ങൾ ക്യാമ്പിൽ നിന്നപ്പോഴേ ഷാജിയെ വിളിച്ച് പറഞ്ഞതാണ്, ഇന്ന കണക്കാണ്, ഞങ്ങൾ വരുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം തരണമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പുള്ളിക്കാരൻ ചെയ്തില്ല. പുള്ളിക്ക് പൈസ കിട്ടാതെ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ നവംബറിൽ കൃഷി കഴിഞ്ഞതിന് ശേഷം പാടത്ത് വെള്ളം കയറ്റി. പിന്നീട് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ പാടശേഖര സമിതി തയ്യാറായില്ല. ഇതാണ് വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിർദ്ദേശം നൽകിയിട്ടും പാടശേഖര സമിതി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഇവിടുത്തെ പാടശേഖരത്തിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഒരു രീതിയിൽ സഹകരിക്കുന്നില്ല. അവർ ആ വെള്ളം ഇറങ്ങിയ സമയത്ത് പെട്ടി കാത്തിരുന്നെങ്കിൽ പിന്നെ ഈ വെള്ളപ്പൊക്കം ഇന്ന് ഇവർക്ക് നേരിടേണ്ടി വരത്തില്ലായിരുന്നു. ഈ പാടശേഖരത്തിൻ്റെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് 10-65 വീട്ടുകാരാണ് ഈ ഭീഷണിയിൽ കഴിയുന്നത്. എന്നാൽ പാടത്തെ പായലുകൾ നീക്കം ചെയ്യാതെ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പാടശേഖര സമിതി പറയുന്നത്. മഴ മാറിയിട്ടും വെള്ളക്കെട്ടിൽ തന്നെ കഴിയാനാണ് ഈ കുടുംബങ്ങളുടെ വിധി. ന്യൂസ് മലയാളം, ആലപ്പുഴ.